أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستفتهم ألربك البنات ولهم البنون أم خلقنا الملائكة إناثا وهم شاهدون ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1560 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 149 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഫ്തിഹിം അലിറബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون اصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون أم لكم سلطان مبين فأتوا بكتابكم إن كنتم صادقين. صدق الله العلي العظيم. സൂറത്തു സ്വാഫാത്തിലെ 149 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. യൂനുസ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ വിശദമായി പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹു യൂനുസ് അലൈഹിസ്സലാമിനെ അദ്ദേഹം അകപ്പെട്ട വളരെ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയും അദ്ദേഹം വളരെ വിജനവും യാതൊരു വിധത്തിലുള്ള മരങ്ങളോ വൃക്ഷങ്ങളോ ഒന്നും ഇല്ലാത്ത, തണല് പോലും ഇല്ലാത്ത ഒരു മരുഭൂമി പോലെയുള്ള പ്രദേശത്ത് അദ്ദേഹത്തെ മത്സ്യം കൊണ്ടുപോയി കക്കുകയും ചെയ്ത ആ സംഭവത്തിനെ തുടർന്ന് അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ സഹായം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന്റെ അവശമായ അവസ്ഥയിൽ അതിജീവനത്തിന് സാധിക്കുന്ന സഹായകമാവുന്ന ചില ഇടപെടലുകളൊക്കെ നടത്തിയ കാര്യവും പിന്നീട് അദ്ദേഹത്തെ തന്റെ നാട്ടുകാരുടെ അടുക്കലേക്ക് അവര് വിശ്വാസമാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായി അതിന് പാകപ്പെട്ട ഒരവസ്ഥയിൽ അവരുടെ അടുക്കലേക്ക് തിരികെ അയക്കുകയും ചെയ്തു. 100,000-ലേറെ ആളുകൾ അദ്ദേഹത്തിന് അനുയായികളായിട്ട് ആ ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പമായി നിലകൊള്ളാൻ സന്നദ്ധരായി രംഗത്ത് വന്നു എന്ന കാര്യമൊക്കെയാണ് അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ഭാഗത്ത് പ്രതിപാദിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു നിശ്ചയിച്ച ഒരു കാലാവധി വരെ
ഒരു അജല് വരെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ജീവിത വിഭവങ്ങൾ നൽകുകയും ജീവിതാസ്വാദനം സാധ്യമാക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ മുതൽ സൂറത്തിന്റെ അവസാന ഭാഗം വരെ മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയുകയാണ്. സൂറത്തിന്റെ ആദ്യ ആയത്തു മുതൽ ഒരു 11-ാമത്തെ ആയത്ത് വരെയൊക്കെയുള്ള ഭാഗത്ത് മക്കയിലെ മുശ്രിക്കുകളെയും കുഫാറുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു അവരുടെ യുക്തിബോധത്തെയും അവരുടെ കാര്യങ്ങളെ വിലയിരുത്തുന്ന അവരുടെ സംഗതികളെ വിവേചിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ ശ്രമങ്ങളെയും ഒക്കെ തട്ടിയുണർത്തുന്ന വിധത്തില് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഏത് സത്യാന്വേഷകനെ സംബന്ധിച്ചിടത്തോളവും പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണ്. വിശേഷിച്ച് മരണാനന്തരം ഒരു പുനർജീവിപ്പിക്കൽ ഉണ്ടാവുകയില്ല, പുനരുത്ഥാനം സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ, അവരുടെ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിക്കുന്നതിനെയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ജീവിത ദർശനത്തെ തള്ളിക്കളയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പുനർജീവിപ്പിക്കപ്പെടുക എന്നത്, ഒരു റിസറക്ഷൻ ഉണ്ടാവുക എന്നത് തീർത്തും അസ്വീകാര്യമായ, അസംഭവ്യമായ, ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്ന, എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകളെ അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സന്നദ്ധരാവാതിരുന്ന ആളുകളുടെ മുന്നിലേക്ക് അള്ളാഹു ഈ സൂറത്തിന്റെ തുടക്കത്തില് അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് ഉന്നയിച്ച ഒരു ചോദ്യം, നിങ്ങളെ സൃഷ്ടിക്കുക എന്നതും പുനഃസൃഷ്ടിക്കുക എന്നതും ആണോ കൂടുതൽ പ്രയാസകരമായത്? അതല്ല ഈ പ്രപഞ്ച സാകല്യത്തെ തന്നെ ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ശ്രമകരമായിരുന്നത്? ഈ പ്രപഞ്ച സാകല്യത്തെ സൃഷ്ടിച്ച റബ്ബിന്, നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച റബ്ബിന് നിങ്ങളെ ഒരിക്കൽ കൂടി പുനരവതരിപ്പിക്കുക എന്നത് വളരെ അചിന്ത്യമായ, അസാധ്യമായ ഒരു സംഗതിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ അതിസങ്കീർണവും അങ്ങേയറ്റത്തെ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് മാത്രം ചേർത്ത് വെച്ച് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്ന ഈ പ്രപഞ്ച സംവിധാനം ഇത്രയും സൂക്ഷ്മമായി, ഇത്രയും സമഗ്രമായി സംവിധാനിച്ചിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളെ നിങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് ആ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന്റെ മർമ്മം. നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ, അതല്ല ഈ പ്രപഞ്ച സാകല്യത്തെ, അതിലടങ്ങിയിട്ടുള്ള സകല സംവിധാനങ്ങളെയും സൃഷ്ടിക്കലാണോ ശ്രമകരമായത് എന്നതാണ് സൂറത്തിന്റെ തുടക്കത്തിൽ മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആ ബൗദ്ധിക സ്വഭാവത്തിലേക്ക് തന്നെ സൂറത്തിന്റെ ഈ അവസാന ഭാഗം തിരികെ എത്തുകയാണ്. അവരുടെ യുക്തിബോധത്തെയും കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിനെയും തട്ടിയുണർത്തുന്ന വിധത്തിലുള്ള ഒരു ദൈക്ഷണികമായ വിഷയത്തിലേക്ക് ഈ ആളുകളുടെ ശ്രദ്ധയെ അല്ലാഹു വീണ്ടും ക്ഷണിക്കുകയാണ്, കൊണ്ടുവരികയാണ്. അതിനിടക്ക് ചില ചരിത്ര സംഭവങ്ങളാണ് പല പ്രവാചകന്മാരെയും പരാമർശിച്ചുകൊണ്ടുള്ള വിവരണങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. അത് വിശുദ്ധ ഖുർആന്റെ ഒരു പൊതു ശൈലി തന്നെ അങ്ങനെയാണ്. ചരിത്ര സംഭവങ്ങളെ എപ്പിസോഡ്സ് ഫ്രം ഹിസ്റ്ററി എന്ന് പറയാവുന്ന ആ വിധത്തിലുള്ള ചരിത്രത്തിലെ അടരുകൾ ഈ ദൈക്ഷണികവും ബുദ്ധിപരവുമായ വിഷയങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വിവരിക്കുന്നത്, ആ വിധത്തിൽ കാര്യങ്ങളെ കഥനം ചെയ്യുന്നത് ആളുകൾക്ക് ഉത്ബുദ്ധത ഉണ്ടാക്കാൻ കൂടുതൽ പ്രയോജനകരമായതാണ്. അതുപോലെ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ വായനാക്ഷമത വളരെ കൂടുതലുള്ളതാക്കി മാറ്റുന്നു എന്നതൊക്കെ അതിന്റെ പ്രയോജനമാണ്. അത്
വളരെ വരണ്ട മുഷിപ്പുളവാക്കുന്ന, അതുപോലെ നമുക്ക് വായനക്കാരന് അല്ലെങ്കിൽ കേൾക്കുന്നവന് അവന്റെ ശ്രദ്ധ പൂർണ്ണമായും അതില് പിടിച്ചു നിർത്തുന്ന വിധത്തില് ഉള്ളതല്ലാത്ത ഒരു വിവരണമാവാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ ചരിത്ര സംഭവങ്ങളെയും അതുപോലെ കഥാകഥനത്തിനെയും ഒക്കെ നമുക്ക് വളരെ പ്രയോജനകരമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആ വിഷയവുമായിട്ട് വളരെയേറെ ബന്ധമുള്ള അതിനുള്ള ചില മാനിഫെസ്റ്റ് എവിഡൻസ് എന്ന നിലക്ക് കാണിക്കാവുന്ന ചില സംഭവങ്ങളാണ് ഈ പ്രവാചകന്മാരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി അള്ളാഹു മറ്റൊരു ചോദ്യം ആണ് ഈ അഭിസംബോധിതരായ ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള ഒരു നിർദ്ദേശം എന്ന നിലക്കാണ് ഈ വിവരണം തുടങ്ങുന്നത്. ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാതു വലഹുമുൽ ബനൂൻ. 149 ആയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഫസ്തഫ്തിഹിം, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതാണ് ഫസ്തഫ്തിഹിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഒരു കൽപ്പനയാണ്, ഒരു അമ്രാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അതിനാൽ പ്രവാചകരെ അവരോട് ചോദിച്ചറിയുക, ചോദിച്ച് മനസ്സിലാക്കുക. ഫഹിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എന്നാണ്. ഇതാണ് അതിന്റെ റൂട്ട് വേർഡ്. ഇതെന്നാണ് തഫ്ഹീം പോലെയുള്ള പദങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഫസ്തഫ്തിഹിം, അതിന്റെ മുന്നില് ഇസ്ത, അലിഫ്, സീന്, ത, ഈ 3 അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോ അവരോട് ചോദിക്കുക എന്ന ഒരു ഈ ഫഹ്മിന് വേണ്ടി ചോദിക്കുക, ഫഹ്മിന് വേണ്ടി തേടുക എന്നൊരർത്ഥമാണ് അതിന് വരും. അപ്പോ ഫസ്തഫ്തിഹിം, അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചോദിക്കുക, അവരോട് ചോദിച്ചറിയുക, ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? അലി റബ്ബിക്കൽ ബനാത്തു, താങ്കളുടെ നാഥനാണോ പെൺമക്കൾ? വലഹുമുൽ ബനൂൻ, പിന്നെ അവർക്ക് ആൺമക്കളുമാണോ? ഇതാണോ യുക്തിസഹമായ സ്വീകാര്യമായ ഒരു പങ്കുവെക്കല്? ഇതാണ് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. മക്കയിലെ ആ കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും മലക്കുകളെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് അവര് അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്നാണ്. അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നാണ് മക്കയിലെ പല ഗോത്രക്കാരും വിശ്വസിച്ചിരുന്നത്. ഖുറൈശികൾ ഉൾപ്പെടെയുള്ള ധാരാളം ഗോത്രങ്ങള് മലക്കുകളെ പടച്ച തമ്പുരാന്റെ പുത്രിമാരാണ്, ദിവ്യത്വത്തിന് പങ്കാളികളാണ് എന്നൊക്കെയുള്ള നിലക്കാണ് കണ്ടിരുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മലക്കുകളെ പുത്രിമാരായിട്ട് കാണുക എന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്. അള്ളാഹുവിന് മനുഷ്യരെ മരണാനന്തരം പുനർജീവിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അവര് വിശ്വസിച്ചിരുന്ന കാര്യം എത്രത്തോളം അബദ്ധ ജഡിലമാണോ അതേപോലെ ബേസ്ലെസ് ആയ, അടിസ്ഥാനരഹിതമായ, അബദ്ധ ജഡിലമായ ഒരു വിശ്വാസം തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മലക്കുകളെ, മാലാഖമാരെ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്ന് അവര് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഇത് സംബന്ധമായി ഇതിന്റെ യുക്തിരാഹിത്യത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. ചോദിച്ച് അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കൂ എന്നാണ് ആ നിർദ്ദേശത്തിന്റെ ഭാഷാപരമായ സൂചന. ഫസ്തഫ്തിഹിം, എന്താണ് ചോദിക്കേണ്ടത്? അലി റബ്ബിക്കൽ ബനാത്തു. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന വിധത്തിലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുമ്പോ ഇതേ വാക്കുകൾ ഇതേ രീതിയിലായിരിക്കില്ല, ഇതേ ഘടനയിലായിരിക്കില്ല ചോദിക്കേണ്ടി വരിക. അതിന്റെ പ്രൊനൗൺസിലൊക്കെ മാറ്റം വരും, സർവനാമങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് ആ സമൂഹത്തോട് ചോദിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന വിധത്തിലാണ്. എന്റെ റബ്ബിനാണോ പെൺമക്കൾ, എന്നിട്ട് നിങ്ങൾക്ക് ആൺമക്കളുമോ എന്നാണ് ചോദിക്കേണ്ടി വരിക സ്വാഭാവികമായിട്ടും. ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ വാചക ഘടന. ആ
വാചകം ഇങ്ങനെയാണ്, അലി റബ്ബിക്കൽ ബനാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണല്ലോ ചോദ്യം. അലി റബ്ബിക്ക, താങ്കളുടെ താങ്കളുടെ രക്ഷിതാവിനാണോ, താങ്കളുടെ തമ്പുരാനാണോ, താങ്കളുടെ നാഥനാണോ അൽ ബനാത്തു, പെൺമക്കൾ, വലഹുമുൽ ബനൂൻ, എന്നിട്ട് അവർക്ക് ആൺമക്കളും. അപ്പൊ മക്കയിലെ അന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്ന ആളുകൾ അവർക്ക് സ്വന്തം നിലക്ക് പെൺമക്കൾ ഉണ്ടായാൽ അത് വലിയ മാനഹാനിയായി കണ്ടിരുന്ന ആളുകളാണ്. ആൺമക്കൾ ഉണ്ടാകുന്നത് വലിയ അഭിമാനകരമായ ഒരു സംഗതിയായിട്ടും പെൺമക്കള് തനിക്കും കുടുംബത്തിനും വലിയ അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയുമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ജീവനോടെ സ്വന്തം പെൺമക്കളെ കുഴിച്ചു മൂടുന്നതിന് അല്ലെങ്കിൽ കൊന്നുകളയുന്നതിന് അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഖുർആൻ അത് പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അള്ളാഹു അവരോടായി ഉന്നയിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ചോദ്യം, അലി റബ്ബിക്കൽ ബനാത്തു, താങ്കളുടെ റബ്ബിനാണോ പെൺമക്കൾ, വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും. ഇതാണോ യുക്തിസഹമായ നിങ്ങളുടെ ഒരു വിഭജനം, ഒരു വിഹിതം വെക്കൽ? ഇങ്ങനെയാണോ? അള്ളാഹുവിന് പെൺമക്കള്, നിങ്ങൾക്ക് ആൺമക്കളും, അങ്ങനെയാണോ വേണ്ടത്? അതാണോ യുക്തിസഹമായത് എന്നതാണ് ഒരു ചോദ്യമായിട്ട് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു അതിന്റെ ഇല്ലോജിക്കാലിറ്റി വ്യക്തമാക്കുകയാണ്. അതിന്റെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് അള്ളാഹു പറയുന്നത്. അം ഖലഖ്നൽ മലായികത ഇനാസ, മലക്കുകളെ പൊതുവായിട്ട് തന്നെ നാം പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് സൃഷ്ടിച്ചതാണ് എന്നാണോ? വഹും ഷാഹിദൂൻ, അവരതിന് സാക്ഷികളുമായിരുന്നു. അവര് നോക്കി നിൽക്കുക, അവർക്ക് കാണാനും അറിയാനും പറ്റുന്ന വിധത്തിൽ അവരുടെ അറിവില് തെളിമയോടുകൂടി രേഖപ്പെടുത്താവുന്ന വിധത്തില് മലക്കുകളെ നാം പെൺമക്കളായിട്ട് സ്ത്രീകളായിട്ട് സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെയാണോ അവരുടെ ധാരണ? അവർ പറയുന്നത് അതാണോ? എല്ലാ മലക്കുകളും അങ്ങനെ സ്ത്രീവർഗത്തിൽ പെടുന്നവരായിട്ട് നാം സൃഷ്ടിച്ചു എന്നാണോ അവർ പറയുന്നത്? എന്നിട്ട് അക്കാര്യത്തിന് അവര് സാക്ഷികളുമാണോ? അവർക്ക് ബോധ്യമുള്ള കാര്യമാണോ അത്? അവർക്ക് കാണാനും അവര് കണ്ടു ബോധ്യപ്പെടാനൊക്കെ കഴിഞ്ഞ ഒരു സംഗതിയായിരുന്നു അള്ളാഹു മലക്കുകളെ സ്ത്രീകളായിട്ട് സൃഷ്ടിച്ചു എന്നത് അവര് കണ്ടു ബോധ്യപ്പെട്ട ഒരു കാര്യമായിരുന്നോ? ഇതാണ് അള്ളാഹു ചോദിച്ചത്. അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ, അറിഞ്ഞോളൂ, ഇങ്ങനെയല്ല, വസ്തുത ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ എന്താണ് കാര്യം? ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ വലദല്ലാഹ്, അള്ളാഹു ഒരു പുത്രനെയോ പുത്രിയെയോ ഒക്കെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു ഒരു സന്താനത്തെ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അവരുടെ ആ സംസാരം ഉണ്ടല്ലോ, അത് അവരുടെ കേവലം വായിത്തോന്നിയത് പറയൽ മാത്രമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അലാ, ഇങ്ങനെയല്ല, അറിഞ്ഞു വെച്ചോളുക, മനസ്സിലാക്കിക്കോളുക. ഇന്നഹും മിൻ ഇഫ്കിഹിം, ഈ പറയുന്നതൊക്കെയും തന്നെ അവര് വ്യാജമായി ചമച്ചുണ്ടാക്കിയ സംഗതിയാണ്. എന്താണത്? ലയഖൂലൂൻ, അവരീ പറയുന്നത് എന്താണ്? അവർ പറയുന്ന കാര്യം അത് തുടർന്ന് അടുത്ത ആയത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വലദല്ലാഹ്, അള്ളാഹു ഒരു സന്താനത്തിന്റെ വാലിദായിരിക്കുന്നു, വാപ്പയായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരാണായാലും പെണ്ണായാലും ചില മക്കളുടെ സന്തതികളുടെ വാപ്പയായിരിക്കുന്നു അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹു ചിലർക്ക് ജന്മം നൽകിയിരിക്കുന്നു ചില മക്കൾക്ക് എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കപോല കൽപ്പന മാത്രമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവര് വ്യാജമായി വായിൽ തോന്നിയത് പറഞ്ഞത് മാത്രമാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ല, ഒരു യുക്തിപരതയും ഇല്ലാത്ത ഒരു കാര്യമാണ്. അള്ളാഹുവിന് സന്താനങ്ങളുണ്ട്, അള്ളാഹു സന്താനങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതാണ് വസ്തുത. വൈന്നഹും ലകാദിബൂൻ, മാത്രവുമല്ല അവര് വ്യാജം പറയുന്നവര് തന്നെയാണ്.
കള്ളം പറയുന്നവരാണ്, കാസിബുകളാണ്. വൈന്നഹും ലകാദിബൂൻ, നിശ്ചയം അവര് ഇങ്ങനെ പറയുക വഴി കാസിബുകളായി മാറിയിരിക്കുന്നു, കളവ് പറയുന്നവരായി മാറിയിരിക്കുന്നു. ഇസ്തഫൽ ബനാതി അലൽ ബനീൻ, എന്താണ് അവർ പറഞ്ഞത്? ഇസ്തഫൽ ബനാതി അലൽ ബനീൻ, ആൺമക്കളെക്കാൾ തനിക്ക് വേണ്ടപ്പെട്ടവര് എന്ന നിലക്ക് അവൻ പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച്. ആൺമക്കളെക്കാൾ എനിക്ക് ഇഷ്ടം പെൺമക്കളെയാണ് എന്ന വിധത്തില് ഞാൻ മലക്കുകളെ പുത്രിമാരായിട്ട് സ്വീകരിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് അവൻ ഇസ്തഫൽ ബനാത്ത്, അവൻ ബനാത്തിനെ സ്വീകരിച്ചിരിക്കുന്നു, ബനാത്തിനെ വലിയ പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ മുൻഗണനയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. അലൽ ബനീൻ, ബനീന് വേണ്ട എന്ന് വെച്ചു. അപ്പൊ ആൺമക്കളെ അവഗണിച്ചുകൊണ്ട് പെൺമക്കളെ അവൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളും ഇല്ല, പെൺമക്കളും ഇല്ല. ഈ പറയുന്നത് മുഴുവനും അടിസ്ഥാനരഹിതമായ തനി കപോല കൽപ്പന മാത്രമായി പരിഗണിക്കപ്പെടാവുന്ന വിധത്തിലുള്ള വ്യാജമായ സംസാരമാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വലദല്ലാഹു, അള്ളാഹു ഒരു സന്താനത്തെ ജനിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സന്താനങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിൻ ഇഫ്കിഹിം, അത് അവരുടെ വ്യാജ സംസാരം മാത്രമാണ്. ഇങ്ങനെ അവർ പറയുന്നു എന്നത് ഇന്നഹും മിൻ ഇഫ്കിഹിം, നിശ്ചയമായിട്ടും ഈ കാര്യങ്ങളൊക്കെയും തന്നെ അവരുടെ വ്യാജമായ സംസാരം മാത്രമാണ്, അടിസ്ഥാനരഹിതമായ വായിൽ തോന്നിയത് പറയുക എന്ന ഒരു സംഗതി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ കള്ളന്മാരാണ്, കള്ളം പറയുന്നവരാണ് അവര് എന്നാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞത്. ഇസ്തഫൽ ബനാത്തി അലൽ ബനീൻ, അള്ളാഹു പുത്രന്മാരെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പുത്രിമാരെ സ്വന്തമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോ പുത്രന്മാരും പുത്രിമാരും സാധ്യതയുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന് പുത്രിമാരും മതി, നിങ്ങൾക്കൊക്കെ പുത്രന്മാരാണ് വേണ്ടത് എന്ന ഒരു വളരെ അപഹാസ്യമായ ഒരു കാര്യമാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന അതാണ്. അതെന്തേ കൂട്ടരെ, ഈ ആണും പെണ്ണും ഒക്കെ മക്കളായിട്ടുണ്ടാവാൻ ഇടയുണ്ടാവുമ്പോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആൺകുട്ടികളെ, അള്ളാഹുവിനായിട്ട് നിങ്ങൾ കൽപ്പിച്ചു നൽകുന്നത് പെൺകുട്ടികളെ. എന്ത് യുക്തിബോധമാണ് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന് ആൺമക്കളോടോ പെൺമക്കളോടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടോ അനിഷ്ടോ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന് മക്കള് തന്നെ ഇല്ല, അള്ളാഹു മക്കൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലല്ല. അള്ളാഹു സ്രഷ്ടാവാണ്, അവന് ഉദ്ദേശിക്കുന്നത് എന്തിനേയും സൃഷ്ടിക്കാൻ അവന് സാധിക്കും. പിന്നെ ഇനി നിങ്ങള് അള്ളാഹുവിന്റെ പേരിൽ സന്താനങ്ങളെ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു പ്രതലം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് ആൺമക്കളിൽ ഊറ്റം കൊള്ളുന്നു, പെൺമക്കളെ വേണ്ടാന്ന് വെക്കുന്നു, കുഴിച്ചു മൂടുന്നു. എന്നിട്ട് അള്ളാഹുവിന് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? പെൺമക്കളെയോ? എന്താണ് നിങ്ങളുടെ യുക്തിബോധം എന്നാണ് അള്ളാഹു മക്കയിലെ ആ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ പറയുന്നത്. മാലക്കും, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധി കൽപ്പിക്കുന്നത്? ഇക്കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിധി പ്രസ്താവിക്കുന്നത്? അള്ളാഹുവിന് പെൺമക്കള്, നിങ്ങൾക്ക് ആൺമക്കളും. ഈ വർത്താനം നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നതാണ് അവരോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്താ ഇതിനെക്കുറിച്ചൊരു ആലോചന ഇല്ലാത്തവരാവുകയാണോ? നിങ്ങൾക്ക് യുക്തിബോധത്തോടു കൂടി കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റാതെ പോയോ? അംലക്കും സുൽത്താനും മുബീൻ, അതല്ല നിങ്ങളുടെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവ് തന്നെ ഉണ്ടോ? അള്ളാഹുവിന് പെൺമക്കളാണ്, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്നതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ സുൽത്താനുണ്ടോ? എന്താണ് ആ സുൽത്താൻ? ഫഅ്തു ബികിതാബിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേദഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ കാര്യം ഉന്നയിക്കുന്നതെങ്കിൽ, പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വ്യക്തമായ തെളിവ് എന്ന നിലയ്ക്ക് വേദഗ്രന്ഥത്തിൽ അതുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടുവരൂ, അതൊന്ന് ഹാജരാക്കൂ.
അള്ളാഹുവിന് പുത്രിമാരാണ്, അള്ളാഹുവിന്റെ പുത്രിമാരാണ് മലക്കുകള് എന്നത് നിങ്ങൾ ഗൗരവത്തില് പ്രാധാന്യപൂർവം അല്ലെങ്കിൽ വളരെ ഗൗരവ ബുദ്ധിയാ പറയുന്ന കാര്യമാണ് എങ്കിൽ നിങ്ങൾ ആ വേദഗ്രന്ഥം ഒന്ന് ഹാജരാക്കൂ. ഏത് വേദഗ്രന്ഥത്തിൽ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന്റെ പുത്രിമാര്, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, സുൽത്താന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊന്ന് ഹാജരാക്കൂ. ആ വേദഗ്രന്ഥം ഒന്ന് കാണട്ടെ. ഇതാണ് അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നു. അപ്പോ അംലക്കും സുൽത്താനും മുബീൻ, അല്ല നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ എവിടെയാണ് തെളിവ്? അപ്പൊ ഇവിടെ രണ്ട് തെളിവുകളാണ് നമ്മൾ വായിച്ച ഈ ആയത്തുകളിലായിട്ട് മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്നതിന് സ്ഥാപിക്കുന്നതിന് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ള രണ്ട് ന്യായങ്ങളാണ്. ഒന്ന്, നിങ്ങള് മലക്കുകളെ സൃഷ്ടിക്കുന്നത് കണ്ടോ? അള്ളാഹു തന്റെ പുത്രി എന്ന നിലയ്ക്ക് ഒരു മലക്കിനെ അല്ലെങ്കിൽ മലക്കുകളെ ജന്മം നൽകുന്നത് നിങ്ങൾ കാണുകയുണ്ടായോ? നിങ്ങൾ അതിന് സാക്ഷിയായിരുന്നു. ഇതാണ് ഈ 150-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിച്ചത്. അം ഖലഖനൽ മലായികത ഇനാസ, നാം മലക്കുകളെ പെൺമക്കളായിട്ട് സ്ത്രീകളായിട്ട് സൃഷ്ടിക്കുകയായിരുന്നോ? എന്നിട്ടോ വഹും ഷാഹിദൂൻ, അതിന് അവര് ദൃക്സാക്ഷികളുമായിരുന്നു. ആ വിധത്തിലാണോ? അപ്പൊ കണ്ട കാര്യം പിന്നെ നിഷേധിക്കാൻ പറ്റൂലല്ലോ. അതങ്ങനല്ലേ? സീയിങ് ഈസ് ബിലീവിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. നമ്മൾ കണ്ട ഒരു സംഗതിയെ വിശ്വസിക്കല്ലാതെ തള്ളിക്കളയാൻ കഴിയും. അപ്പൊ മലക്കുകളെ നമുക്ക് കാണാനില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിഷേധിക്കാമെന്ന് വെക്കുക. പക്ഷെ കൺമുന്നിലും മലക്കിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ വഹി കിട്ടിയ സന്ദർഭത്തിലൊക്കെ കണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അതിനെ നിഷേധിക്കാൻ കഴിയും? ഇല്ലല്ലോ. അപ്പൊ ആ വിധത്തില് അള്ളാഹു മലക്കുകളെ പെൺമക്കളായിട്ടോ സ്ത്രീകളായിട്ടോ സൃഷ്ടിക്കുന്നത് നിങ്ങൾ കാണുകയായിരുന്നോ? അപ്പൊ നിങ്ങൾ അതിന് ദൃക്സാക്ഷികളായിരുന്നോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതാണ് ഒരു നിങ്ങളുടെ വാദത്തിനുള്ള ഒരു പിൻബലമായിട്ടുണ്ടോ എന്നുള്ള ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടതാണോ അള്ളാഹു മലക്കുകളെ പെൺമക്കളായിട്ടോ സ്ത്രീകളായിട്ടോ സൃഷ്ടിക്കുന്നത്? നിങ്ങൾ അതിന് സാക്ഷികളായിരുന്നോ? ഇതാണ് ചോദ്യം. വഹും ഷാഹിദൂൻ, അവരതിന് സാക്ഷികളാവുന്ന ആയ വിധത്തില് ദൃക്സാക്ഷികളായിട്ട് അള്ളാഹു മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചത് കാണുകയായിരുന്നോ? ഇതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു തെളിവ് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ വല്ല തെളിഞ്ഞ അതിനുള്ള വല്ല സുൽത്താനും ഉണ്ടോ? വല്ല തെളിവും ഉണ്ടോ? വ്യക്തതയുള്ള വല്ല തെളിവുണ്ടോ? വ്യക്തതയുള്ള തെളിവ് എന്ന വിധത്തിൽ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്, അള്ളാഹു ഈ കാര്യം പ്രഖ്യാപിക്കുന്നതായിട്ട് വല്ല വേദഗ്രന്ഥത്തിലും ഉണ്ടോ എന്നതാണ്. ബാക്കിയുള്ളതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തെളിവാവുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ കണ്ടതാവണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച് തന്ന വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവണം. ഇത് രണ്ടും ഇല്ലല്ലോ. അതുണ്ടോ? നിങ്ങൾ കണ്ടോ മലക്കുകളെ അള്ളാഹു പുത്രിമാരായിട്ടോ സ്ത്രീകളായിട്ടോ സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ അതിന് ഷാഹിദായിരുന്നോ? ഇനി അതല്ലെങ്കിൽ വല്ല വേദഗ്രന്ഥത്തിലും അള്ളാഹു നിങ്ങളെ അറിയിച്ച ഒരു കാര്യമാണോ ഇത്? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വേദഗ്രന്ഥം ഒന്ന് കൊണ്ടുവരൂ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫഅ്തു ബികിതാബികും, നിങ്ങൾ ആ വേദഗ്രന്ഥം കൊണ്ടുവന്നോളൂ. നിങ്ങളുടെ വേദഗ്രന്ഥം നിങ്ങൾ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരായിക്കൊണ്ടാണ് ഇക്കാര്യം പറയുന്നതെങ്കിൽ. ഇതാണ് അള്ളാഹു ഇവിടെ മക്കയിലെ ആളുകളെ, വിശേഷിച്ച് അവിടുത്തെ കുഫാറുകളെയും മുശ്രിക്കുകളെയും ഈ മലക്കുകളെ കുറിച്ച്, മലാഖമാരെ കുറിച്ച് ഇങ്ങനെയുള്ള ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ആളുകളെ, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കാനും അവരുടെ ശ്രദ്ധയെ തട്ടിയുണർത്താനും ഒക്കെയായി അള്ളാഹു തന്റെ പ്രവാചകനോട് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇതുപോലെയുള്ള അവരുടെ ബുദ്ധിപരമായ അന്വേഷണത്തെ ഉദ്ദീപിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, തട്ടിയുണർത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് സൂറത്തിന്റെ അവസാനം വരെയുള്ള ഭാഗത്തിൽ എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ
ഇത് സംബന്ധമായിട്ട് അള്ളാഹുവിടെ കൂടുതലായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.